ഇന്ത്യ അമേരിക്ക തീരുവ തർക്കങ്ങൾക്ക് പിന്നാലെ അടുത്ത മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിക്കും. യുഎൻ പൊതുസഭയിൽ സംസാരിക്കാനെത്തുന്ന മോദി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. വ്യാപാര കരാർ ചർച്ചയാകാനും സാധ്യതയുണ്ട്. അജയ് സുധാ ബിജു കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അജയ്, ഗുഡ് മോർണിംഗ്. എന്തായാലും യുഎൻ പ്രതിനിധി സഭയിൽ സംസാരിക്കാൻ മോദി എത്തുമ്പോൾ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും എന്നതാണ് ഏറെ ആകാംക്ഷയുള്ള കാര്യം ഈ വിഷയത്തിൽ. അപ്പോൾ നമുക്കറിയാം, വലിയ സൗഹൃദമുണ്ടായിരുന്ന രണ്ട് വ്യക്തികളാണ്. അവർക്കിടയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള അസ്വാരസ്യങ്ങൾ, ഇരു രാജ്യങ്ങൾക്കിടയിലും ഈ തീരുവയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള അസ്വാരസ്യങ്ങളൊക്കെ എത്രത്തോളം വലുതാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിനുശേഷം ഈ ഇരുവരും മുഖാമുഖം എത്തുമ്പോൾ ഉള്ള ഏതൊക്കെ വിഷയങ്ങൾ ഏതൊക്കെ തരത്തിൽ ചർച്ചയാകും എന്നത് വലിയ ആകാംക്ഷയാണല്ലോ. ആര്യ, ഗുഡ് മോർണിംഗ്. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ മൈ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്ഷിപ്പ് അധികം സുഖമല്ലാത്ത ഒരു കാലത്തിലൂടെയാണ് ഇന്ത്യ ഇപ്പോൾ നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അവസാനമായി നരേന്ദ്രമോദിയും ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷമാണ് അമേരിക്ക അവരുടെ തീരുവ നയം അത് കൂടുതൽ കടുപ്പിക്കുകയും ഇന്ത്യക്ക് മേൽ അധിക തീരുവ 25% ആദ്യം അധിക തീരുവ പ്രഖ്യാപിക്കുകയും പിന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ 25% അധിക പിഴയായിട്ട് ഈടാക്കുകയും മൊത്തം 50% തീരുവ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഇതിനുശേഷം രണ്ട് രാജ്യങ്ങളിലും തമ്മിലുള്ള ഒരു ചർച്ചകളും അതുപോലെ തന്നെ ഒരു തർക്കങ്ങളും എല്ലാം നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഇതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആരോപണങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ആക്ഷേപങ്ങൾക്കും അതിനൊന്നും കൃത്യമായിട്ട് ഇതുവരെ നേരിട്ടുള്ള മറുപടി കൊടുത്തിട്ടില്ലെങ്കിലും നരേന്ദ്രമോദി പല വേദികളിലും ഇൻഡയറക്റ്റ് ആയിട്ട് അമേരിക്കയെ വിമർശിക്കുന്നതെല്ലാം നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ കർഷകരുടെ വിഷയമാണെങ്കിലും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെയും ക്ഷീര വ്യവസായികളുടെ വിഷയം എല്ലാം അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇവരുടെ രാജ്യത്തിൻ്റെ കാർഷിക താല്പര്യങ്ങൾ വിട്ടുകൊടുത്തിട്ട് യാതൊരുവിധ വിട്ടുവീഴ്ചകൾക്കും ചർച്ചകൾക്കും തയ്യാറല്ലെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക മേഖല അതൊരു ഡെഡ് എക്കോണമിയാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ഇതിനും മറുപടിയായിട്ട് നരേന്ദ്രമോദി രംഗത്തെത്തിയിരുന്നു. ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുകയാണെന്നൊരു മറുപടി അദ്ദേഹം നൽകിയിരുന്നു. ഇത്തരത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും രണ്ട് നേതാക്കൾ തമ്മിലുള്ള വാഗ്വാദങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം അമേരിക്കയുടെ ആരോപണങ്ങൾക്ക് ശക്തമായിട്ടുള്ള മറുപടി കൊടുത്തിരുന്നു. അമേരിക്ക ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ആക്ഷേപങ്ങളെല്ലാം നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം വെച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ ഒരു ആടി ഉലഞ്ഞു നിൽക്കുന്ന സമയത്താണ് മോദിയുടെ അമേരിക്കൻ സന്ദർശനം എന്നുള്ളത് നിർണായകമാണ്. യുണൈറ്റഡ് നേഷൻസിൻ്റെ ജനറൽ അസംബ്ലി പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത മാസം സെപ്റ്റംബർ അവസാനത്തോടെ അദ്ദേഹം അമേരിക്കയിൽ എത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം അദ്ദേഹം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും എന്നുള്ള സൂചനയാണ് നമുക്കിപ്പോൾ നിലവിൽ ലഭിക്കുന്നത്. കൂടിക്കാഴ്ചയിൽ സ്വാഭാവികമായിട്ടും ഇരു രാജ്യങ്ങൾക്കിടയിലെ വ്യാപാര കരാറും ചർച്ചയാകും. ഇപ്പോൾ ഈ മാസം അവസാനത്തോടുകൂടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള 6ാം ഘട്ട വ്യാപാര കരാർ ചർച്ചയാകുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഓഗസ്റ്റ് 25-ന് അമേരിക്കൻ പ്രതിനിധികൾ ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. ഇതിനു മുൻപ് ഈ ഇരു രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നതിന് മുൻപ് ഈ വ്യാപാര കരാറിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം രണ്ട് നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ അതായത് ഇതിനു മുൻപ് മിഷൻ 500 എന്ന് പറയുന്ന ഒരു കാര്യം പ്രഖ്യാപിച്ചിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ 2030 $500 ബില്യൺ വ്യാപാരം ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഉണ്ടാക്കണമെന്നൊരു കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഊഷ്മളമായിട്ടുള്ള ഭാവിക്ക് വേണ്ടിയിട്ടുള്ള ചർച്ചയായിരിക്കും അപ്പോൾ നടക്കാൻ സാധ്യതയുള്ളത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ ഒരു വ്യാപാര കരാറിലുള്ള ഒരു സമന്വയം അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇന്ത്യ അമേരിക്കയുമായി യാതൊരു വിട്ടുവീഴ്ചകൾക്കും തയ്യാറല്ലെന്ന് ഇപ്പോൾ ഉറപ്പിച്ച് തന്നെ പറയുകയാണ്. എന്നാൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ തീരുവ നയത്തിൽ ഇന്ത്യക്ക് നിരവധി പ്രതിസന്ധികളുമുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിലും ഇപ്പോൾ രണ്ട് രാഷ്ട്രതലവന്മാർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയാലും ഇന്ത്യൻ താല്പര്യങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നാണ് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് വ്യക്തമാകുന്നത്. ആര്യ, തീർച്ചയായും അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. അജയ്